അത് വേറെ രീതിയിൽ വരുമോ? വേറെ രീതി വരുമോ? വേറെ രീതിയിൽ വരുമോ? ഞാൻ കൊണ്ടുപോകട്ടോ. ഞാൻ കൊണ്ടുപോയി. അത് വേറെ രീതിയിൽ വരുമോ? വരുമോ? വേറെ രീതി വരുമോ? വേറെ രീതിയിൽ വരുമോ? ടൈപ്പല്ല. ആരുടെ വണ്ടി കയറും? ബൈ ബൈ. ഓക്കെ, എന്താവും എന്തോ നാളെ അത് ഇടുമ്പോ കേട്ടോ നേരെ നോക്കണേ. സേഫ് അല്ലേ? ഞാൻ സേഫാണോ മാത്രം നോക്കിയാൽ മതി. ഞാൻ സേഫാണോ മാത്രം നോക്കിയാൽ മതി. ബാക്കി വെച്ചേക്കണേ. എന്റെ കൂടെ ആർക്കും ഈ ലോകത്തിൽ എവിടെയും വരാം. രണ്ട് പെമ്പിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ നമ്മുടെ നിയമം തെറ്റിക്കില്ല. സമയം ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. ഇങ്ങനെ രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി പോയി ഗിയറിൽ കയറി ഇരിക്കില്ല. ശരി, അവൻ അറിഞ്ഞില്ലല്ലോ. പരിപാടിയാണോ കഷ്ടപ്പെട്ടെ? ഇതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ടത്, ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സഹായം നമുക്ക് വണ്ടിയില്ലല്ലോ സാറിനെ കൊണ്ടുപോകും. ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷം. ഓക്കെ, ട്രെയിൻ സമയം എന്തായാലും പോയിട്ട് വരൂ. രേണു സൂക്ഷിച്ച ഗിയർ ഇടണം. അല്ലല്ല, അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറി ഇരിക്കില്ല. ശരി, ഓക്കെ, ശരി. എന്തുവാണേ വന്ന് നമ്മുടെ രേണു സുധീർ ഇപ്പൊ ഫുള്ള് ഫാൻസായി തന്നെയുള്ള. ഇപ്പൊ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എല്ലാവരും രേണു സുധീനെ സഹതാപപ്പെടുത്തി ഇങ്ങനെ സഹതാപ ക്യാരക്ടറായിട്ട് വെച്ച് എല്ലാവരും ആദ്യം സപ്പോർട്ട് ചെയ്ത്. പിന്നെ രേണു മറ്റേ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഈ രേണുവിനെ തന്നെ തെറിവറയില് ബോഡി ഷേമിങ്, എന്റെ പൊന്നോ പറയാത്തതൊന്നുമില്ല, എല്ലാം പറഞ്ഞെല്ലാവരും. അത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ എനിക്കും പല വിയോജിപ്പുകളുണ്ട്. ഈ രേണു ചെയ്ത പല കാര്യങ്ങളിനോടും എനിക്ക് നെഗറ്റീവ് വെച്ചിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കി നോക്കിയതിനോടൊക്കെ എനിക്ക് വിയോജിപ്പ് തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട്. കാരണം ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. കാര്യം രേണു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. പുള്ളിക്കാരി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കാത്തടത്തോളം കാലം ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യും. പുള്ളിക്കാരി ആ ഒരു വിഷയത്തിനകത്ത് മാത്രമാണ് എനിക്ക് പുള്ളിക്കാരനോടൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്ന വിഷയം എന്താ നോക്കണമെങ്കിൽ, നമ്മുടെ രജിത് സാറിന്ന് എല്ലാവരും ചേർത്ത് വിളിക്കുന്ന നമ്മുടെ രജിത് കുമാറും രേണുമായിട്ടൊരു ഫോട്ടോഷൂട്ടും ഫോട്ടോഷൂട്ടും പോട്ടെ, ഒരു ഫാഷൻ ഷോ ഉണ്ടായി. അപ്പൊ ഈ ഒരു ഫാഷൻ ഷോനെ ഇടയ്ക്ക് വെച്ചിട്ട് രജിത് സാർ രേണുവിനെ ഇങ്ങനെ പിടിക്കുന്നു. രേണുവിനും അപ്പുറത്ത് വേറെ പുള്ളിക്കാരിയുണ്ട്, പുള്ളിക്കാരിനെയും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും പിന്നെയും ചേർത്ത് പിടിക്കുന്നു, ഓരോ ഡബിൾ മീനിങ് അടിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഇയാൾ മുതലെടുക്കണേണ്, ഇയാള് ഡബിൾ മീനിങ് അടിക്കുന്നു, ഇയാള് സുധിച്ചേട്ടൻ പോയെന്ന് ആ ഒരു സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള, അതായത് മുമ്പ് ഈ പുള്ളി പിന്നെ ഒരു ഉപദേശമൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായല്ല, രേണുവിന് ഉപദേശിച്ചിട്ടൊരു സംഭവം. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ഇന്ന് പറയുന്നുണ്ടായി പല ആൾക്കാരും മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. ആ പറഞ്ഞ ആള് തന്നെ ഉപദേശവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല വീഡിയോകളും ഞാൻ കണ്ട്. അപ്പൊ ആ വീഡിയോനകത്തൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഉപദേശവും മൂഫിക്കലും ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ ഒരു വിഷയം നോക്കണമെങ്കിൽ നമ്മുടെ രജിത് സാറും അതേപോലെ തന്നെ രജിത് സാറിന് ഞാൻ ചുമ്മാ ഒരു പഴയ ഒരു ഓളത്തിനകത്ത് വിളിക്കുന്ന കേട്ടോ, അല്ലാണ്ട് ഭയങ്കര റെസ്പെക്ട് അങ്ങനെ അതൊന്നല്ല. പുള്ളിക്കാരനോടുള്ള റെസ്പെക്ട് കംപ്ലീറ്റ് പോയതായിരുന്നു. പുള്ളിക്കാരൻ ആ ബിഗ് ബോസിനകത്ത് വെച്ചിട്ടെങ്കിൽ പുള്ളിക്കാരൻ ഇഷ്ടമാണ്. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്നതൊക്കെ അതിനകത്തൊക്കെ വിയോജിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ അങ്ങനെ രജിത് കുമാർ എന്ന് തന്നെ പറയാം. അപ്പൊ രജിത് കുമാറിന് ഈ രേണുമായിട്ടുള്ള ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഫാഷൻ ഷോ ആണെങ്കിലും പലരും പറഞ്ഞു കേട്ട് ബാഡ് ടച്ച് ആണ് പുള്ളിക്കാരനെ പിടിച്ചത്. നിങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ബാഡ് ടച്ച് ആണ് പുള്ളിക്കാരൻ അങ്ങനെ പിടിച്ചത്, പുള്ളിക്കാരൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രേണുവിന് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. രേണുവിന് ഇപ്പം ആ പുള്ളിക്കാരൻ പിടിച്ച് ചേർത്ത് നിർത്തിയതോ അല്ലെങ്കിൽ രേണുവിൻ്റെ മുമ്പിലിരുന്നിട്ട് ഈ ഡബിൾ മീനിങ് അടിച്ചതോ അല്ലെങ്കിൽ രേണുവിൻ്റെ അടുത്ത് അതൊക്കെ പറയുന്നതിന് രേണുവിന് യാതൊരു പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഈ കമന്റ് ഇടുന്നവർക്കും അതേപോലെ ഈ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെയാണ് പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് എനിക്ക് അതിനകത്ത് ഇപ്പൊ പുള്ളി ചെയ്ത കാര്യങ്ങൾ, പുള്ളി ഇപ്പൊ ആ ഒരു ഇങ്ങനെ മേത്തൊക്കെ പിടിച്ചൊക്കെ നീക്കിയൊക്കെ നിർത്തിയൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്കായാലും എനിക്കായാലും തോന്നി ഇതൊരു ബാഡ് ടച്ച് ആണല്ലോ എന്നുള്ള രീതിക്ക് എനിക്കാണെങ്കിൽ തോന്നി. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിനായിട്ട് യാതൊരു പ്രശ്നമില്ലടേ. പിന്നെ ആർക്കാ പ്രശ്നം? നമുക്കൊക്കെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടായിരുന്നിട്ട് വല്ല കാര്യമുണ്ടാ? പുള്ളിക്കാരിക്ക് പ്രശ്നമില്ല. പുള്ളിക്കാരന്റെ മേത്തല്ലേ പിടിച്ചത്, നമ്മുടെ മേത്തല്ലല്ലോ പിടിച്ചത്. അതായത് ഒരാളുടെ മേത്ത് പിടിക്കുമ്പോഴത്തേക്ക് ആരുടെയാണോ പിടിച്ചത് അയാൾക്ക് അതിനകത്ത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് അപ്പോൾ ഒരു ബാഡ് ടച്ച് ആവുന്നത്? അതേപോലെ തന്നെ അതെങ്ങനെയാണ് അതൊരു പ്രശ്നമാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെയും കൂടെ സമ്മതത്തോടെ പിടിക്കുന്ന പോലെ തന്നെയാണല്ലോ അത്. അല്ലെങ്കിൽ അയാൾ അത് പ്രതികരിക്കണം. അയാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രേണു ആ ഒരു ചെയ്ത സമയത്ത് രേണു അവിടെ പറയണാണ് രജിത്തേട്ട കൈയെടുക്ക് അങ്ങനെ വല്ലതും പറയണമെങ്കിൽ അപ്പൊ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യും, അല്ല അപ്പൊ ഞാൻ രജിത്തിനെ കുറ്റം പറയും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. രേണു അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് വിടണേണ്. പുള്ളിക്കാരിയും ഇപ്പൊ നീലക്കുയിലുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പല രീതിക്കുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരി അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിനകത്തൊന്നും എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. കാര്യം എന്താണ്? രേണു അതിനെ എതിർത്ത് പറയാത്തോടത്തോളം കാലം ആർക്കാണ് അതിനകത്ത് വിഷയമുള്ളത്? അതെനിക്ക് മനസ്സിലാവുള്ളാട്ട് ഈ ഒരു വിഷയത്തിനകത്ത്. പലരും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിപ്പോ ഇങ്ങനെ രജിത് സാറിന് എന്താണ് ഇങ്ങനെ ഇയാൾ ഇത്രയും തരം താന്ന് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലടേ. അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. അയാൾ ചെയ്യുന്നത് അപ്പുറത്ത് നിൽക്കുന്ന രേണുവിനും അത് താല്പര്യം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും സമ്മതത്തോടെ അവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. അത് നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല. അപ്പൊ എനിക്ക് അത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ള. അല്ലാണ്ട് ഇതൊന്നും അധികം അങ്ങോട്ട് വിഷയമാക്കേണ്ട ഒരു കേസായിട്ടൊന്നും എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ള വീഡിയോയുടെ കമന്റ് ഉണ്ടാവും. ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക്